ഇതെന്താണെന്ന് മനസ്സിലായ എല്ലാവർക്കും. ഇതാണ് തെങ്ങോല. തെങ്ങോല കൊണ്ട് എങ്ങനെ ചൂലുണ്ടാക്കാമെന്നാണ് നമ്മളിന്ന് കാണുന്നത്. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇത്രയും ചീകി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നോക്ക്, ഇത് കണ്ടോ, ഇത് മൊത്തം ചീകി കഴിഞ്ഞതാണ്. കണ്ടോ, ഇത് കണ്ടോ, ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, നീട്ടി സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി നീട്ടി വിടണം. കത്തി നല്ല ഈ ടൈപ്പ് കത്തിയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് ചൂല് ചെയ്യുന്നത്. അറിയത്തില്ലാത്തവർക്ക് കണ്ടുപിടിക്കാം. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലൊക്കെയാണ് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇങ്ങനെ തെങ്ങിൻ്റെ ഓല ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ പണ്ട് മുതലേ ഇങ്ങനെയുള്ള ചൂല് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ വീടിനുള്ളിലും ചെയ്യാം, മുറ്റവും ചെയ്യാം. കുറ്റിച്ചൂലുണ്ട്, നീളം ചൂലുണ്ട്, അങ്ങനെ പലതരത്തിൽ നമുക്കുണ്ടാക്കാൻ പറ്റും. ഈ ചൂല് കണ്ടാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, വളരെ എക്സ്പേർട്ടാണ്. പണ്ട് മുതലേ ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. കണ്ടോ, ഞാൻ ചെയ്യുന്നതിൽ വളരെ ഫാസ്റ്റായിട്ടാണ് എൻ്റെ മമ്മിയോടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു സ്കില്ലാണ് ശരിക്കും പറഞ്ഞാൽ. വളരെ നല്ല പാഠവും വേണം. പക്ഷേ നമുക്ക് 1-2 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. നല്ല ഓല സെലക്ട് ചെയ്യുന്നതിലും ഇതിൻ്റെ ഒരു കാര്യമുണ്ട്. നല്ല ഓലയാണെങ്കിൽ മാത്രമേ നല്ല ഈർക്കിലുള്ള ചൂല് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റുള്ളൂ. നോക്കൂ, ഇത് എത്ര പേര് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടുക. ഇപ്പോൾ ഇങ്ങനെയുള്ള ചൂല് ഉപയോഗിക്കുന്നവർക്കും കമൻ്റ് ഇടാം. ഇതിൻ്റെ ഗുണദോഷങ്ങളും നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ കാണുന്നതാണ് തിരിച്ചു പിടിച്ചിട്ട് ചെത്തുന്ന പ്രക്രിയ. ഇത് കണ്ടോ, ആദ്യം നമ്മൾ ചൂല് ചെയ്യുന്നു, അതിന് ശേഷം ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ബാക്കി അതിൻ്റെ തുമ്പ് വെട്ടിക്കളയുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ചൂലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ വീടിൻ്റെ ഉള്ളിലൊക്കെ കഴിഞ്ഞ് പിന്നെ മുറ്റത്തേക്കാവും. അപ്പോൾ കുറ്റിച്ചൂലായി. അതിന് ശേഷം നമ്മൾ വീടുകളിൽ തൊഴുത്തോ ആട്ടുംകൂടോ പട്ടിക്കൂടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ ചെറിയ കുറ്റിച്ചൂരാകും. പിന്നെ അതിനായിട്ടാണ് ചൂല് ഉപയോഗിക്കുന്നത്. പണ്ട് എല്ലാ വീടുകളിലുള്ള അമ്മമാരൊക്കെ ഇതൊക്കെ ചൂലൊക്കെ ചെത്തി അത് കടയിലൊക്കെ കൊണ്ട് കൊടുത്തൊരു ചെറിയൊരു വരുമാന മാർഗ്ഗമായിരുന്നു ഇവർക്കൊക്കെ. ചെറിയൊരു വീടിലേക്കൊരു ചെറിയൊരു സംഭാവന ഇവർക്കും ചെയ്യാൻ പറ്റുമായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ ഇവർക്കിതൊരു ടൈം പാസ്സാണ്. വേനൽക്കാലത്തൊന്നും വേറെ പരിപാടിയൊന്നും ഇല്ല. ചെറിയ പണിയൊക്കെ ആയിട്ടിരിക്കുന്നവർക്ക് ഇതൊരു ടൈം പാസ്സാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ കാണുന്നുണ്ട്, ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ പ്രോസസ്സ്. അപ്പോൾ ഇതിന് ശേഷം എങ്ങനെ ചൂല് കെട്ടിയെടുക്കാമെന്ന് നമുക്ക് വഴിയെ കാണാം. പിന്നെ കുറേ നമുക്ക് കഴിഞ്ഞ് കുറേ ചൂട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കുറേ ബാക്കി വരുന്നതുണ്ടോ, ഇതെല്ലാം നമുക്ക് കത്തിക്കാം. കത്തിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് രാവിലെയൊക്കെ അടുപ്പ് കത്തിക്കാൻ മണ്ണെണ്ണ ഇല്ലെങ്കിലും പെട്ടെന്ന് കത്തിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള ചൂട്ട് വെച്ച്. കാണാൻ സാധിക്കും, കുറേ ചൂട്ട് ബാക്കി വരും.